ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സറാറ കട്ട് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പ് ചെയ്യുന്നത് മുട്ടിൻ്റെ അത്രയ്ക്ക് ലെങ്ത്തുള്ള ഒരു ആലിയ കട്ട് ടോപ്പാണ് കട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി ഹാൻഡ് വർക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ഓഫ് വൈറ്റ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. 2.5 മീറ്റർ നമ്മൾ ഈ ഒരു വർക്കിൽ വന്നിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ പ്ലെയിനിൽ വന്നിട്ടുള്ള ഈ ഒരു ക്ലോത്ത് ബാക്കിൽ വെക്കാനും അതേപോലെ പാൻറ്റിനും വേണ്ടി 7 മീറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. ലൈനിങ് 5 മീറ്ററും എടുത്തിട്ടുണ്ട്, ക്രൈപ്പ് ലൈനിങ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പാൻറ്റ് കട്ട് ചെയ്യുന്നത് അംബ്രല്ല കട്ടിങ്ങുള്ള നല്ല വിടുത്തുള്ള 8 ലെയർ ആക്കിയിട്ടുള്ള അംബ്രല്ല കട്ടിങ് പലാസോ പാൻറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ് എടുത്ത് 2 ഫോൾഡറാക്കി മടക്കി വെക്കുക. അപ്പോൾ നമ്മൾ യോക്ക് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടി ഇതുപോലെ 2 ഫോൾഡറാക്കി വെച്ചതിന് ശേഷം നമുക്ക് എത്രയാണ് യോക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്തിട്ട് ലെങ്ത്ത് അടയാളപ്പെടുത്തുക. അപ്പോൾ യോക്കിൻ്റെ ലെങ്ത്ത് 14 അതിലേക്ക് 1 ആഡ് ചെയ്തിട്ട് 15 അടയാളപ്പെടുത്തുക. ഇതുപോലെ 15 അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ആ ലൈന് നീളത്തിലൊന്ന് വരച്ചെടുക്കുക. ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇനി അടുത്ത അളവ് ഷോൾഡറാണ്. അപ്പോൾ ഷോൾഡർ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ പകുതി അടയാളപ്പെടുത്തുക. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആം ഹോളും 7 ഇഞ്ച് അടയാളപ്പെടുത്തുക. അപ്പം ഷോൾഡറും ആം ഹോളും 7 ഇഞ്ച് അടയാളപ്പെടുത്തി ആം ഹോളിൻ്റെ അവിടെ ഇതേപോലെ ഒരു കർവ് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ചെസ്റ്റ് അടയാളപ്പെടുത്താം. അപ്പോൾ ചെസ്റ്റിൻ്റെ ലെങ്ത്ത് വിഡ്ത്ത് 21 വൺ സൈഡ് വിഡ്ത്ത് 21. അപ്പോൾ അതിലേക്ക് 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ചൊക്കെ ആഡ് ചെയ്തിട്ട് അടയാളപ്പെടുത്താം. അപ്പോൾ ഞാനിവിടെ 10.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് 1 ഇഞ്ച് സീം അലവൻസും ചേർത്ത് അടയാളപ്പെടുത്തി. അതേപോലെ വേസ്റ്റ് വിഡ്ത്ത് 20, അതിൻ്റെ പകുതി 10 അടയാളപ്പെടുത്തുക. അതിലേക്ക് സീം അലവൻസ് 1 ഇഞ്ച് ആഡ് ചെയ്ത് ഇതുപോലെ അടയാളപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 1/2 ഇഞ്ചിൽ ഒന്ന് ചെറിയൊരു കർവ് കൊടുക്കുക. ഇനി അടുത്തതായി നെക്ക് അടയാളപ്പെടുത്താം. നെക്ക് വിഡ്ത്ത് വി നെക്ക് ആയതുകൊണ്ട് കുറച്ചധികം എടുക്കുക. സാധാരണ നമ്മൾ 3 ഇഞ്ചാണ് വിഡ്ത്ത് എടുക്കൽ സാധാരണ നെക്കാണെങ്കിൽ. അപ്പോൾ വി നെക്ക് ആയതുകൊണ്ട് ഒരു 3.5 ഇഞ്ച് അല്ലെങ്കിൽ 3.25 ഇഞ്ചൊക്കെ വിഡ്ത്ത് എടുക്കുക. അതേപോലെ ലെങ്ത്ത് സാധാരണ എടുക്കുന്നത് പോലെ തന്നെ 6 ഇഞ്ച് എടുക്കുക. ഇനി എത്രയാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ നമ്മൾ വിഡ്ത്തും ലെങ്ത്തൊക്കെ അടയാളപ്പെടുത്തി വി നെക്കിൻ്റെ ഇതേപോലെ വരച്ചെടുക്കുക. അപ്പോൾ കണ്ടല്ലോ, നെക്ക് നമ്മൾ വി നെക്ക് ഇവിടെ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇത് നമ്മൾ ക്യാൻവാസിൽ വരച്ച് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ആലിയ കട്ടിനുള്ള ആ ഒരു കോൺ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടി അളവ് അടയാളപ്പെടുത്താം. അപ്പോൾ നമുക്ക് എത്രയാണ് ഏത് ഭാഗത്ത് എത്ര ലെങ്ത്തിൽ നിന്നാണ് നമുക്ക് കോൺ ഷേപ്പ് വേണ്ടത് ആ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. അപ്പോൾ ഞാനിവിടെ 12 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ താഴേക്ക് ഒരു 3.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 4 ഇഞ്ച് 4.5 ഇഞ്ചൊക്കെ താഴെ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് എടുക്കട്ടോ. അപ്പോൾ ഞാനിവിടെ അധികം കോണില്ലാത്ത രീതിക്കാണ് എടുക്കുന്നത്. ഇനി അതൊന്ന് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും ഇതേപോലെ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ വരച്ച എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നെക്ക് നമ്മൾ ലാസ്റ്റാണ് കട്ട് ചെയ്യുന്നത്. അതേപോലെ ആലിയറിന് വേണ്ടി ഒരു കോൺ ഷേപ്പ് വരച്ചതും ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ആം ഹോൾ മുതൽ ഷേപ്പ് യോക്ക് പാർട്ട് മാത്രമാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഇതേപോലെ തന്നെ മെയിൻ ക്ലോത്തിലും കട്ട് ചെയ്യാനുണ്ട്. അപ്പം ഈ ഒരു ഡ്രസ്സ് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണ് കേട്ടോ. അവളിപ്പം 8 മാസം ഗർഭിണിയാണ്. അപ്പോൾ അവൾക്ക് കുറച്ച് തുടത്തിലൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ
ഷേപ്പിൻ്റെ അളവൊക്കെ കുറച്ച് ഏറെ എടുത്തിട്ടുള്ളത്. അപ്പം വേറുണ്ടാകുമ്പോൾ പിന്നെ കുറച്ച് ഏറെ വേണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചിനി ഇങ്ങനത്തെ മോഡൽ ഇട്ടാൽ ബോറാവും എന്നൊക്കെ. പക്ഷേ കല്യാണത്തോളം ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു പെർഫെക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടും യോക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ക്ലോത്തിൽ കട്ട് ചെയ്യാം. ഫ്രണ്ട് പാർട്ട് നമ്മൾ വർക്കുള്ള മെറ്റീരിയലായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ആലിയ കട്ടിന് വേണ്ടിയുള്ള സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ ബാക്കി വരുന്ന ബാലൻസിൽ നിന്നാണ് നമ്മൾ യോക്കിന് വേണ്ടി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യട്ടോ. നമ്മൾ ബാക്ക് പാർട്ടും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ലൈനിങ്ങിൽ നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നമ്മൾ ഇതുപോലെ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ആലിയ കട്ടിന് വേണ്ടിയുള്ള ആ ഒരു കട്ടിങ് നമുക്ക് വർക്കുള്ള മെറ്റീരിയലിൽ കട്ട് ചെയ്യാനുണ്ട്. അതുപോലെ സ്ലീവിനും ആ ഒരു മെറ്റീരിയലിൽ നിന്നാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. പ്ലെയിൻ നെറ്റ് പ്ലെയിൻ മെറ്റീരിയൽ നമ്മൾ ബാക്കും യോക്കിന് ബാക്കിലും പ്ലെയിനാണ് വെക്കുന്നത്. അതേപോലെ സ്കേർട്ടിനും പ്ലെയിനായിട്ട് വെക്കുന്നത്. കാരണം ഈ ഒരു വർക്കുള്ള മെറ്റീരിയലാണ് നമ്മൾ ഫ്രണ്ട് പാർട്ടിന് മാത്രമാണ് വെക്കുന്നത്. അതേപോലെ സ്ലീവിനും. അപ്പോൾ നമ്മൾ ഇത് സ്കേർട്ടിന് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് സ്ലീവിന് ഇതിന് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവ് കുറച്ച് അതിൻ്റെ ഒരു താഴേക്കുള്ള ഭാഗത്ത് കുറച്ച് വീതി കവായ മോഡൽ സ്ലീവാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലോത്ത് ഈ ഒരു 2.5 മീറ്ററിൽ നിന്നും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു 3/4 ഇഞ്ച് ക്ലോത്ത് ഇതിന് വേണ്ടി കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. സ്ലീവിന് ആദ്യം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ആലിയ കട്ടിനുള്ള സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യുന്നത്. കാരണം സ്ലീവിന് വേണ്ടി നമുക്ക് 80, 85 അല്ലെ 90 സെൻറ്റിമീറ്ററിൽ വന്നു കേട്ടോ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആലിയ കട്ടിനുള്ള ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിനി ആലിയ കട്ടിന് വേണ്ടിയുള്ള സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യുക. അപ്പം ബാക്കി വരുന്ന ക്ലോത്ത് ഇതേപോലെ 2 ഫോൾഡറാക്കി വെച്ചതിന് ശേഷം ഫോൾഡിങ്ങിൽ വരുന്ന ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് വെച്ച് ഇതുപോലെ നിർത്തി വെക്കുക. എന്നിട്ട് നമുക്ക് ലെങ്ത്ത് എത്രയാണോ അത് അടയാളപ്പെടുത്താം. അപ്പോൾ യോക്കിൻ്റെ ലെങ്ത്ത് 14 അല്ലേ. അപ്പോൾ ഫുൾ ലെങ്ത്ത് നമുക്ക് ഈ ഒരു ഫുൾ ലെങ്ത്ത് എത്രയാണോ അതിൽ നിന്നും 14 ഇഞ്ച് കുറച്ചതിന് ശേഷം നമുക്ക് സ്കേർട്ട് പോർഷൻ അടയാളപ്പെടുത്താം. അതിലേക്ക് 1/2 ഇഞ്ച് സീം അലവൻസ് ചേർത്താൽ മതി കേട്ടോ. കാരണം ഇത് ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള സ്കാലപ്പിൻ്റെ എഡ്ജാണ് ഇതിന് ഉള്ളത്. അപ്പം അവിടെ സ്റ്റിച്ച് ചെയ്യാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതേപോലെ 14 ഇഞ്ച് ടേപ്പ് ഇതേപോലെ താഴേക്ക് പിടിച്ചതിന് ശേഷം നമ്മുടെ ലെങ്ത്ത് അടയാളപ്പെടുത്താം. കണ്ടല്ലോ, നമുക്ക് വേണ്ട ലെങ്ത്ത് അടയാളപ്പെടുത്തി. ഇനി അതിലേക്ക് നമുക്ക് ആ ഒരു ആലിയ കട്ടിന് വേണ്ടിയുള്ള കോണിൻ്റെ ആ ഒരു ലെങ്ത്ത് നമ്മൾ നോക്കിയില്ലേ. അപ്പോൾ 3.5 കിട്ടിയത്. അതിലേക്ക് 1/2 ഇഞ്ച് സീം അലവൻസ് ചേർത്ത് 4 ഇഞ്ച് ഇതേപോലെ മുകളിലേക്ക് അടയാളപ്പെടുത്തി നമ്മൾ ആദ്യം വരച്ച ആ ലൈനിലേക്ക് ഇതേപോലെ ഒന്ന് ചെരിഞ്ഞൊരു ലൈൻ കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ, നമ്മളിതൊരു സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ മിഡിൽ ഭാഗം ഇത് ഒന്ന് നോച്ചിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇത് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ബാക്ക് പോർഷനും കട്ട് ചെയ്യാം. ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു ബാലൻസ് വന്നിട്ടുള്ള ഈ ക്ലോത്തിൽ നിന്നാണ് നമുക്ക് ഫ്രണ്ട് യോക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുവേണ്ടി ഈ വർക്ക് നമുക്ക് എങ്ങനെയാണ് വരേണ്ടത് അതേപോലെ മടക്കി വെക്കുക. 2 ഫോൾഡാക്കി വെച്ചതിന് ശേഷം ഫ്രണ്ട് പോർഷൻ എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക.
കണ്ടല്ലോ. ഇനി ആ കോൺ ഷേപ്പ് വരുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നെക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. അത് ക്യാൻവാസിൽ കട്ട് ചെയ്തതിന് ശേഷം സാധാരണ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്യാണ്. അതേപോലെ ലൈനിങ്ങാണ് നമ്മൾ ഈ ഒരു കോൺ ഷേപ്പ് കട്ട് ചെയ്തത്. ഇനി നമ്മൾ ഇതുപോലെ വെച്ച് ഫുള്ള് അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം നെക്ക് ക്യാൻവാസ് വെച്ചിട്ട് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, ഇതേപോലെ വെച്ച് പിൻ ചെയ്തതിന് ശേഷം ഫുള്ളൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. ഇനി അടുത്തായി കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫ്രണ്ട് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തില്ലേ, ഇനി 6 പീസ് വെച്ചിട്ട് ലൈനിങ്ങും കട്ട് ചെയ്യാം. ലൈനിങ് അത്ര വൃത്തില്ല കേട്ടോ, അത്ര വൃത്ത് വേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ വൃത്ത് ഇത്രേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതേപോലെ ആ കോൺ ഷേപ്പിലുള്ള ഭാഗം ഇതേപോലെ കറക്റ്റാക്കി വെച്ച് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ലൈനിങ് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്തതായി ബാക്ക് പോർഷൻ കട്ട് ചെയ്യാം. അതിന് വേണ്ടി മെയിൻ ക്ലോത്ത് എടുത്ത് ഒരു 1.5 മീറ്ററൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തത് ബാക്കിൽ പ്ലേറ്റ്സ് ഇടാൻ. അപ്പോൾ ഞാനിവിടെ 1.5 മീറ്റർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കറക്റ്റാക്കി മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്താം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് ലെങ്ത്ത് കറക്റ്റ് അളവല്ലേ അടയാളപ്പെടുത്തിയത്, അതിനെക്കാട്ടി 1 ഇഞ്ച് ഏറെ ഇട്ടിട്ട് വേണം ഈ ഒരു ബാക്ക് പോർഷൻ സ്കേർട്ട് കട്ട് ചെയ്യാൻ. അപ്പോൾ കണ്ടല്ലോ, 14 ഇഞ്ച് യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ലെങ്ത്ത് അടയാളപ്പെടുത്തുക. അതിലേക്ക് 1 ഇഞ്ച് സീം അലവൻസ് ചേർത്ത് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതേപോലെ തന്നെ അതിൻ്റെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ കട്ടിങ്, ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ് ഇനി സ്ലീവും കൂടെ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ സ്കേർട്ട് പോർഷൻ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി അടുത്തതായി സ്ലീവ് കട്ട് ചെയ്യാം. അതിന് വേണ്ടി ലൈനിങ് 4 ഫോൾഡറാക്കി മടക്കി വെക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അപ്പം ഈ ഒരു ലൈനിങ് നമുക്ക് കുറച്ച് ലാഭിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ലൈനിങ്ങിൻ്റെ, ഇപ്പം നമ്മൾ ഈ ഒരു വീതിക്കാണല്ലോ മടക്കിയത്, അപ്പോൾ അതിൻ്റെ ലെങ്ത്തിൽ തന്നെ നമുക്ക് മടക്കാം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. കണ്ടല്ലോ, ഇതുപോലെ ലെങ്ത്തിൽ തന്നെ നമുക്ക് ആ ഒരു 4 ഫോൾഡിങ് ഇതുപോലെ മടക്കുക. എന്നിട്ട് നമ്മൾ ലെങ്ത്തും വിഡ്ത്തൊക്കെ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആം ഹോൾ 7 ഇഞ്ചല്ലേ അടയാളപ്പെടുത്തിയത്, അപ്പോൾ അതിലേക്ക് 2 ഇഞ്ച് കൂടി അല്ലെങ്കിൽ 2.5 ഇഞ്ചൊക്കെ ഏറെ ഇട്ടിട്ട് ആം ഹോളിൻ്റെ അവിടെ വിഡ്ത്ത് അടയാളപ്പെടുത്തുക. എന്നിട്ട് 3 ഇഞ്ച് കർവിന് വേണ്ടി അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതേപോലെ കർവ് കൊടുക്കുക. ഇനി താഴെ മസിലിൻ്റെ ഭാഗത്തുള്ള വിഡ്ത്ത് എത്രയാണോ അത് അടയാളപ്പെടുത്തിയതിലേക്ക് സീം അലവൻസ് 1 ഇഞ്ച് ആഡ് ചെയ്ത് വരയ്ക്കുക. അതേപോലെ ഏറ്റവും താഴെ നമുക്ക് നല്ല വീതിയാണ് വേണ്ടത്, അപ്പോൾ അതിനനുസരിച്ച് വിഡ്ത്ത് അടയാളപ്പെടുത്തി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഹവായ കൈ പറഞ്ഞാൽ നമ്മൾ സ്ലീവിൽ നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള മുട്ടിൻ്റെ അത്രയാണ് നമ്മൾ ലൈനിങ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ സാധാരണ വീതി മതി കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ ഒരു വർക്കിൽ വരുന്ന ക്ലോത്തിലാണ് താഴേക്ക് നല്ല വിടുത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ വിടുത്ത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഫോൾഡിങ് വെച്ച ഭാഗം മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് ആ ഒരു മെയിൻ ക്ലോത്തിൽ എത്രയാണ് നമുക്ക് വേണ്ടത്, സ്ലീവിൻ്റെ ഫുൾ ലെങ്ത്ത് എത്രയാണ് വേണ്ടത് അത് അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ അടയാളപ്പെടുത്തിയ ഭാഗത്ത് വേണം 1/2 ഇഞ്ച് ഏറെ ഇട്ടിട്ട് വേണം ആ ഭാഗത്ത് നിന്നും ലൈനിങ് വെച്ച് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് കറുവുള്ള ഭാഗത്ത് കുറച്ചൊരു പീസ് വെച്ച് കൊടുക്കാനുണ്ട്. കാരണം നമുക്ക് ഈ ഒരു മെയിൻ ക്ലോത്ത് നമ്മൾ കുറച്ചല്ലേ വാങ്ങിയത്. അപ്പം ഫുള്ള് വീതി കിട്ടുന്ന വരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്കേർട്ട് പോർഷന് ഫ്രണ്ടിൽ വെക്കാൻ പേടിച്ചിടാൻ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റ് അളവ് തന്നെ എടുത്തത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് പീസ് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ വർക്കിൽ വരുന്ന ക്ലോത്ത് തന്നെ നമുക്ക് അതിന് വേണ്ടി എടുക്കാം. അപ്പോൾ ഇതേപോലെയുള്ള സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഒക്കെ വിട്ടിട്ടുണ്ട്. അതൊക്കെ വീഡിയോയിൽ പോയി കാണണേ. ചാനലിൽ പോയി മറ്റുള്ള വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഒന്ന് പലാസോ പാൻറ് കട്ട് ചെയ്യുന്ന വീഡിയോ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. അത് പൗസാക്കി വെച്ചതുകൊണ്ട് അത് ഓണാക്കാൻ മറന്നു പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും വിടുന്നില്ല. അപ്പോൾ ഈ കട്ടിങ് വീഡിയോ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.